നമസ്കാരം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് NCERT 8th സ്റ്റാൻഡേർഡിലെ പൊളിറ്റിക്കൽ സയൻസ് ചാപ്റ്റർ 1 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. ചാപ്റ്റർ ആരംഭിക്കുന്നത് എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇത് സിമ്പിൾ ആയിട്ടുള്ളൊരു എക്സാമ്പിൾ കൂടി അത് പറയാണ്. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് ഫുട്ബോൾ എന്നുള്ളത്. നിങ്ങൾ കുട്ടികൾ ഫുട്ബോൾ കളിക്കുന്ന ആൾക്കാരുമാണ്. കാലുകൾ കൊണ്ടുള്ള ഒരു കളിയാണ് ഫുട്ബോൾ. ഇപ്പൊ ആ ഫുട്ബോൾ നമ്മളെടുത്ത് കയ്യിൽ പിടിച്ചാലും അതുപോലെ തന്നെ കൈ കൊണ്ട് എടുത്ത് പാസ് ചെയ്താലും അത് ഫുട്ബോൾ ആവില്ല. അങ്ങനെ ചെയ്യാൻ പാടില്ല ആ കളിയിൽ. ഇപ്പൊ അതിന് അതിൻ്റെതായ ഒരു നിയമമുണ്ട്. ഇപ്പൊ വേറെ എന്ത് കളി ആയിക്കോട്ടെ, ക്രിക്കറ്റ് ആയിക്കോട്ടെ, ഹോക്കി ആയിക്കോട്ടെ, ഷോട്ട് പുട്ട് ആയിക്കോട്ടെ, ഷട്ടിൽ ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, അതിന് അതിൻ്റെതായ നിയമങ്ങളുണ്ട്. നമുക്ക് തോന്നിയോണം അതൊന്നും ചെയ്യാൻ പറ്റില്ല. ആ ആ കളി പറഞ്ഞ നിയമങ്ങൾ കൂടെ കളിച്ചാൽ മാത്രമേ ആ ഒരു പർട്ടിക്കുലർ കളിയായി മാറുള്ളൂ. അല്ലെങ്കിൽ അത് വേറെ എന്തോ ആയിപ്പോവും. ഈ നിയമത്തിനെയാണ് കോൺസ്റ്റിറ്റ്യൂട്ടീവ് റൂൾ ഓഫ് ദ ഗെയിം എന്ന് പറയുന്നത്. അതായത് ആ കളി ഈ നിയമത്തിൽ കൂടി മാത്രമേ കളിക്കാൻ പാടുള്ളൂ. ഇപ്പോൾ ഈ ഗെയിമുകൾക്ക് പറഞ്ഞിട്ടുള്ള നിയമങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഓരോ സമൂഹത്തിനും ഓരോ നിയമങ്ങൾ ഉണ്ടായിരിക്കും. ഇപ്പോൾ ഓരോ സമൂഹവും ആ നിയമത്തിന് അനുസരിച്ചായിരിക്കും ജീവിക്കുന്നത്. അതായത് ഓരോ സമൂഹത്തിനും കോൺസ്റ്റിറ്റ്യൂട്ടീവ് റൂൾസ് ഉണ്ടായിരിക്കും. ആ നിയമത്തിൽ കൂടിയാണ് അവിടുത്തെ ആൾക്കാരെല്ലാം ജീവിക്കുന്നത്. ചില രാജ്യങ്ങളിൽ അത് എഴുതപ്പെട്ടിട്ടുണ്ടായിരിക്കും, ചില രാജ്യങ്ങളിൽ അത് എഴുതിയിട്ടുണ്ടാവില്ല. ഇപ്പൊ ഒട്ടുമിക്ക എല്ലാ മോഡേൺ രാജ്യങ്ങളിലും ഈ കോൺസ്റ്റിറ്റ്യൂട്ടീവ് റൂൾസ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് റിട്ടേൺ ഡോക്യുമെന്റ് ആയിട്ട് അവിടുത്തെ ജനങ്ങൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത്, അല്ലെങ്കിൽ ഏത് നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കണം, അവിടുത്തെ ജനങ്ങൾക്ക് എന്തോരം അവകാശങ്ങളുണ്ട്, എന്തൊക്കെയാണ് അവരുടെ അവകാശങ്ങൾ, ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിനെയാണ് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഒട്ടുമിക്ക എല്ലാ രാജ്യങ്ങൾക്കും തന്നെ ഒരു റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായിരിക്കും. അതായത് ഒരു ലിഖിത ഭരണഘടന ഉണ്ടായിരിക്കും. ഇപ്പോൾ എല്ലാ ജനാധിപത്യ രാജ്യങ്ങൾക്കും ഈ ഒരു ഭരണഘടന ഉണ്ടായിരിക്കും. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. എന്താന്ന് വെച്ചാൽ ഭരണഘടനയുള്ള എല്ലാ രാജ്യങ്ങളും ഡെമോക്രാറ്റിക് ആവണമെന്നില്ല. അതായത് ഭരണഘടനയുള്ള എല്ലാ രാജ്യങ്ങളും ജനാധിപത്യം ആയിരിക്കണം എന്നില്ല. അടുത്തതായിട്ട് പറയുന്നത് ഒരു രാജ്യത്ത് ഒരു കോൺസ്റ്റിറ്റ്യൂഷന്റെ ആവശ്യം എന്താണെന്നുള്ളതാണ്. ഇതിൽ പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ് പറയുന്നത്. ആദ്യത്തേത് ഒരു രാജ്യത്തിന്റെ സ്വഭാവം എന്താണ് എന്നുള്ളതാണ്. അല്ലെങ്കിൽ പറയാന്ന് വെച്ചാൽ ഏത് ആശയത്തിനെ മുൻനിർത്തിയിട്ടാണ് ഒരു രാജ്യത്തിലെ ആൾക്കാർ ജീവിക്കേണ്ടത് എന്നുള്ള കാര്യമാണ് ഫസ്റ്റ് പോയിന്റ് പറയുന്നത്. ഇത് മറ്റൊരു വശത്തിൽ പറയാന്ന് വെച്ചാൽ ഒരു സൊസൈറ്റിയുടെ ഫണ്ടമെന്റൽ നാച്ചർ എന്താണ് എന്നുള്ളതാണ് ഫസ്റ്റ് പോയിന്റ് ആയിട്ട് പറയുന്നത്. ഇപ്പൊ നമ്മൾ പറയാന്ന് വെച്ചാൽ ഒരു രാജ്യത്ത് പല കമ്മ്യൂണിറ്റീസിൽ പെട്ട ആൾക്കാരുണ്ടായിരിക്കും. അവർ ആശയപരമായിട്ട് വേറെ ആയിട്ട് ചിന്തിക്കുന്നവരായിരിക്കും, അവരുടെ ഐഡിയാസ് വേറെ ആയിരിക്കും, അവർ മതപരമായിട്ട് വേറെ കാര്യങ്ങൾ ആരാധിക്കുന്നവരായിരിക്കും, അവരുടെ ബിലീഫ് സിസ്റ്റം തന്നെ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. പക്ഷെ ഇപ്പൊ നമ്മുടെ ഇന്ത്യ തന്നെ പറയാന്ന് വെച്ചാൽ നാനാത്വത്തിൽ ഏകത്വം കണ്ടെത്തുന്ന രാജ്യമാണ് നമ്മൾ. അപ്പോൾ ഈ പല പല ആശയങ്ങളും അതുപോലെ തന്നെ പല മത ആരാധനകളുമുള്ള എല്ലാ ആൾക്കാരെയും ഒന്നിച്ചു നിർത്തി അവർ ഒരു ഗൈഡ് ലൈനിന്റെ കീഴിൽ ജീവിക്കുന്നതിന് ഒരു ലിഖിത ഭരണഘടന വേണം. അപ്പോൾ ഇവരെല്ലാവരും ഒന്നാക്കി നിർത്തിപ്പിക്കുന്ന ഒന്നാണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഇതിനൊരു ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ ഇന്ത്യ. ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ പറയാന്ന് വെച്ചാൽ നോർത്ത് ഇന്ത്യൻസ് ഉണ്ട്, സൗത്ത് ഇന്ത്യൻസ് ഉണ്ട്, പല 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 സ്റ്റേറ്റുകളിലുള്ള പല ആൾക്കാരുകളുണ്ട്. അവരൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ജീവിത രീതികളും അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്നവരും വ്യത്യസ്ത ആരാധനകൾ മുൻനിർത്തി ജീവിക്കുന്നവരാണ്. ഇവരെല്ലാവരും ഇന്ത്യ എന്നുള്ള ഒരു ഒറ്റ ആശയത്തിന് കീഴിൽ ഒന്നിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ നമുക്ക് ഇവിടെ എല്ലാവർക്കും ഇന്ത്യൻ ഭരണഘടന പ്രൊട്ടക്ഷൻ നൽകുന്നുണ്ട്. അതായത് നമ്മൾ ഈ ഒരു ഭരണഘടനയുടെ കീഴിലാണ് ജീവിക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് പറയുന്നത് ഇതാണ്. നമ്മുടെ അയൽരാജ്യമാണ് നേപ്പാൾ. ഈ നേപ്പാൾ രാജ്യഭരണത്തിന്റെ കീഴിലുള്ള ഒരു രാജ്യമായിരുന്നു. അതായത് അവിടുത്തെ ജനങ്ങൾ രാജാവിന്റെ കീഴിലാണ് ജീവിച്ചിട്ടുണ്ടായിരുന്നത്. 1990 എഴുതിയ ഭരണഘടന പ്രകാരം ആ രാജ്യത്തിന്റെ പരമാധികാരി രാജാവായിരുന്നു. ഇതിനെതിരെ ജനങ്ങൾ മുന്നോട്ട് വരികയും രാജ്യഭരണം നിർത്തലാക്കണം എന്നുള്ള ആവശ്യം മുന്നോട്ട് വെക്കുകയും ഒരു ജനാധിപത്യ രാജ്യം നേപ്പാൾ ആയി മാറണമെന്നും ആവശ്യം വെച്ചു. ഇതിന്റെ ഫലത്തിൽ ഒരുപാട് പ്രക്ഷോഭങ്ങൾ നേപ്പാളിൽ ഉണ്ടാവുകയും 2006 ലാസ്റ്റ് ഈ രാജാവ് രാജാധികാരം അവിടുത്തെ അവസാനിപ്പിക്കേണ്ട ഗതി വന്നു. അതായത് ഒരു ഡെമോക്രസിയിലേക്ക് 2006 നേപ്പാൾ ചുവട് വെച്ചു.
1990 ഭരണഘടന അനുസരിച്ച് നേപ്പാൾ ഒരു രാജ്യഭരണത്തിന്റെ കീഴിലുള്ളൊരു രാജ്യമായിരുന്നു. അതായത് ആ രാജ്യത്തിലെ ജനങ്ങൾ ആ രാജാവിന്റെ കീഴിലാണ് ജീവിച്ചിരുന്നുണ്ടായിരുന്നത്. രാജാവാണ് എല്ലാ കാര്യങ്ങളും അവിടെ തീരുമാനിച്ചിരുന്നത്. ഇതിനെതിരെ ജനങ്ങൾ മുന്നോട്ട് വരികയും ഒരു ജനാധിപത്യ രാജ്യം നേപ്പാളായി മാറണം എന്നുള്ളൊരു ആവശ്യം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. അങ്ങനെ 2006 അവിടെ രാജ്യാധികാരം അവസാനിച്ചു. അവിടെ നേപ്പാൾ ഒരു ജനാധിപത്യ രാജ്യമായിട്ട് മാറി. രാജ്യഭരണത്തിൽ നിന്ന് ഒരു ജനാധിപത്യത്തിലേക്ക് കടന്നപ്പോൾ നേപ്പാളിന് അവരുടെ ഭരണസംഹിത എല്ലാം മാറ്റേണ്ടി വന്നു. അതായത് 1990 മുന്നുണ്ടായിരുന്ന ഭരണഘടന രാജാവിന് ഫേവർ ആയിട്ടുള്ളതായിരുന്നു. അതായത് രാജ്യഭരണത്തെ മാത്രം പ്രകീർത്തിച്ചിട്ടുള്ളതായിരുന്നു. അപ്പോൾ ജനാധിപത്യത്തിലേക്ക് കടന്നപ്പോൾ അവർ പുതിയൊരു ഭരണഘടന എഴുതി തയ്യാറാക്കി. അതായത് ജനാധിപത്യത്തെ മുൻനിർത്തിക്കൊണ്ട് 2015 നേപ്പാൾ പുതിയൊരു ഭരണഘടന എഴുതി തയ്യാറാക്കി. രണ്ടാമത്തെ പ്രധാനപ്പെട്ട പോയിന്റാണ് ഒരു രാജ്യത്തിന്റെ പൊളിറ്റിക്കൽ സിസ്റ്റം എന്താണെന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ വിവരിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാന്ന് വെച്ചാൽ നേപ്പാളിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നേപ്പാൾ പണ്ടൊരു രാജ്യഭരണത്തിന്റെ കീഴിലുള്ളൊരു രാജ്യമായിരുന്നു. അതായത് രാജാവും രാജാവിന്റെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ആയിരുന്നു അവിടുത്തെ കാര്യങ്ങളെല്ലാം തീരുമാനിച്ചിരുന്നത്. ഇവിടെ നിന്ന് ഡെമോക്രാറ്റിക് ആയപ്പോൾ ആ രാജാവിൽ നിന്ന് പരമാധികാരി ഭരണഘടനയായി മാറി. അതായത് ഭരണഘടന പ്രകാരമാണ് അവിടുത്തെ ജനങ്ങൾ പിന്നീട് ജീവിക്കുന്നത്. അതായത് എല്ലാ നിയമസംഹിതകളും ഭരണഘടനയെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അതായത് ഭരണഘടന പറയുന്ന നിയമങ്ങൾക്കനുസരിച്ചാണ് അവിടുത്തെ ജനങ്ങൾ ജീവിക്കുന്നത്. ജനങ്ങളിൽ നിന്ന് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ലീഡേഴ്സിന്റെ ഭരണമാണ് ഡെമോക്രസി എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ഡെമോക്രസിയിൽ ജനങ്ങളിൽ നിന്ന് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഈ ലീഡേഴ്സ് ഏതെങ്കിലും ഒരു കാരണവശാൽ ഇപ്പോൾ ഈ സ്വന്തം ജനങ്ങളെ തന്നെ ചൂഷണം ചെയ്യുകയാണെങ്കിൽ, അതായത് അവരുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്കും മറ്റുമായിട്ട് ഈ ജനങ്ങളെ തന്നെ പിന്നെയും ചൂഷണം ചെയ്ത്, അതായത് അവരുടെ അവകാശം ആ ലീഡേഴ്സിന്റെ അധികാരം മിസ്യൂസ് ചെയ്യുകയാണെങ്കിൽ ഇതിൽ നിന്ന് ജനങ്ങളെ പ്രൊട്ടക്ഷൻ കോൺസ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നുണ്ട്. പിന്നെ പറയുന്ന ഒരു പ്രധാന കാര്യമാണ് ഇപ്പൊ മൈനോറിറ്റീസിനെ ഭരണഘടന പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. അതായത് ഡൊമിനന്റ് ഗ്രൂപ്പിൽ നിന്നും ഇപ്പോൾ പവർ കുറഞ്ഞ ആൾക്കാരുകളെ, അതായത് മൈനോറിറ്റീസിനെ ഭരണഘടന പ്രത്യേക പവറുകൾ നൽകി അല്ലെങ്കിൽ അവർക്ക് പ്രത്യേക അവകാശങ്ങൾ നൽകി പ്രൊട്ടക്ഷൻ ചെയ്യുന്നുണ്ട്. അത് തന്നെയാണ് ഇവിടെയും പറയണത്. അതായത് ഭരണഘടന മൈനോറിറ്റീസിന് പ്രത്യേക അവകാശങ്ങൾ നൽകി പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. അതായത് മെജോറിറ്റി ഉള്ള ആൾക്കാരിൽ നിന്നും മൈനോറിറ്റീസിനെ ഭരണഘടന പ്രത്യേകം പ്രൊട്ടക്ട് ചെയ്യുന്നു. ഇപ്പോൾ ഉദാഹരണം പറയാന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ ആദിവാസി കുടുംബങ്ങൾ അവർ മൈനോറിറ്റീസ് ആണ്. അവർ പുറം ലോകമായിട്ട് അവർക്ക് ബന്ധമില്ല. ഇപ്പോൾ മെജോറിറ്റി വരുന്ന നമ്മളെ പോലുള്ള ആൾക്കാരിൽ നിന്നും ഇപ്പോൾ ഭരണഘടന പ്രത്യേക അവകാശങ്ങൾ ഇവർക്ക് നൽകിയിട്ടുണ്ട്. അതായത് ഈ ആദിവാസി വിഭാഗങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് പ്രത്യേക നിയമങ്ങൾ ഭരണഘടനയിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ മൂന്നാമത്തെ പോയിന്റാണ് ഭരണഘടന നമ്മളിൽ തന്നെ നമുക്ക് പ്രൊട്ടക്ഷൻ തരുന്നുണ്ട്. ഇപ്പോൾ വേറെ തരത്തിൽ പറയാന്ന് വെച്ചാൽ നമ്മളെടുക്കുന്ന ഒരു തീരുമാനം ഒരു വലിയൊരു വിഭാഗത്തെ, അതായത് ഒരു വലിയൊരു ജനവിഭാഗത്തിന് നെഗറ്റീവായിട്ടുള്ള ഇഫക്റ്റ് ഉണ്ടാക്കാണ്ടിരിക്കാനായിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ ഭരണഘടന നൽകുന്നുണ്ട്. അതായത് നമ്മളെടുക്കുന്ന ഒരു തീരുമാനം കൊണ്ട് മറ്റുള്ള ആൾക്കാർക്ക് ഒരു നെഗറ്റീവായിട്ടുള്ള പരിണിതഫലം ഉണ്ടാവാതെ അല്ലെങ്കിൽ അതിനുള്ള എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ ഭരണഘടന ഉറപ്പ് നൽകുന്നുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ കീ ഫീച്ചേഴ്സ് ആണ്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇത് എസ് ആയിട്ട് ചോദിക്കാൻ മിക്കവാറും സാധ്യതയുള്ള ഒരു കാര്യമാണ്. നമുക്കറിയാം സ്വാതന്ത്ര്യത്തിന് ശേഷമാണ് ഇന്ത്യയിൽ ഭരണഘടന എഴുതി തയ്യാറാക്കുന്നത്. അതിനു മുൻ വരെ ബ്രിട്ടീഷുകാരുടെ ഭരണമായിരുന്നു. ബ്രിട്ടീഷുകാരുടെ ഭരണത്തിൽ നിന്ന് മോചനം ലഭിച്ചതിന് ശേഷം ഒരു കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഉണ്ടാക്കുകയും 1946 ഒരു 300ഓളം ആൾക്കാരുകൾ കൂടിച്ചേർന്ന് 3 വർഷം എടുത്തിട്ടാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയത്. ഇതിൽ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഭരണഘടന എഴുതുന്ന സമയത്ത് ഈ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിക്ക് മുന്നിലുണ്ടായിരുന്ന വെല്ലുവിളികളാണ്. ഒന്നാമത്തെ കാര്യമായിട്ട് പറയുന്നത്, നമുക്കറിയാം നമ്മുടെ രാജ്യം വിവിധ ഭാഷകൾ സംസാരിക്കുന്ന, അതായത് വിവിധ മതത്തിൽപ്പെട്ട, വിവിധ
കൾച്ചറുള്ള ആൾക്കാരുകളുടെ ഒരു കൂട്ടാണ്. അതായത് നമ്മുടെ ഇന്ത്യ എന്ന മഹാരാജ്യം നമുക്കറിയാലോ, യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, ആ ഒരു പ്രിൻസിപ്പലിനെ ഉയർത്തിപ്പിടിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ എല്ലാവരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യ എന്ന ഒറ്റൊരാശയത്തിൽ നിർത്തണം. അത് ഇത്തിരി ഒരു പാടുള്ള കാര്യമാണ്. അപ്പോൾ ആ ഒരു കാര്യം ഈ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിക്ക് മുന്നിലുണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളിയാണ്. ഇനി രണ്ടാമതായി ഭരണഘടനാ നിർമ്മാണ സമിതി നേരിട്ട വെല്ലുവിളിയാണ് ഇന്ത്യ പാകിസ്ഥാൻ പാർട്ടീഷൻ. അതായത് നമ്മുടെ ഇന്ത്യ എന്ന വലിയൊരു മഹാരാജ്യത്തിനെ ഇന്ത്യ എന്നും പാകിസ്ഥാനായിട്ട് രണ്ട് രാജ്യങ്ങളാക്കി മാറ്റുന്ന ഒരു വലിയൊരു വെല്ലുവിളി അവർക്ക് നേരിടേണ്ടി വന്നു. ഈ ഒരു സമയത്ത് ചില സംസ്ഥാനങ്ങൾ രണ്ട് രാജ്യത്തിലും പെടാണ്ട് ഒറ്റയ്ക്ക് നിൽക്കണം എന്നുള്ള ആശയം ഒക്കെ ഉയർന്നു വന്നു. അതെല്ലാം ഇവർക്ക് മുന്നിൽ വലിയൊരു ടാസ്ക് ആയിരുന്നു. അവരെല്ലാവരും സമന്വയിപ്പിച്ച് ഒന്നല്ലെങ്കിൽ ഇന്ത്യയിലേക്കോ അല്ലെങ്കിൽ പാകിസ്ഥാനിലേക്കോ എങ്ങനെയാണെന്ന് വെച്ചാൽ അത് അവരെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് കാര്യങ്ങൾ ചെയ്യാന്നുള്ളത് രണ്ടാമത്തെ ഒരു വലിയ വെല്ലുവിളിയായിരുന്നു. ഓരോ സംസ്ഥാനങ്ങൾക്കും അവരുടെ സംസ്കാരം നിലനിർത്തിക്കൊണ്ട് ഇന്ത്യ എന്ന മഹാരാജ്യത്തിൽ ഉറച്ചു നിൽക്കാനായിട്ടുള്ള ഒരു അനുമതി കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി നൽകുകയുണ്ടായി. അതിന് ഉത്തമ ഉദാഹരണമായിരുന്നു കാശ്മീരിൻ്റെ കാര്യം. നമ്മളെല്ലാവരും അറിയാം, ഈ അടുത്ത് കാശ്മീരിൽ ആർട്ടിക്കിൾ 370 എടുത്ത് കളഞ്ഞതെല്ലാം അവർക്ക് പ്രത്യേകം പരിഗണന ഇന്ത്യൻ ഭരണനിർമ്മാണ സമിതി കൊടുത്തിരുന്നു. അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി കൊടുത്തിരുന്നു. പിന്നെ പറയണ മറ്റൊരു കാര്യമാണ്, ഇപ്പോൾ സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ വലിയ വലിയ ക്ഷാമങ്ങൾക്ക് നേരിടുണ്ടായി. അവർ പട്ടിണിയും അതുപോലെ തന്നെ മറ്റൊരുപാട് സാമൂഹികപരമായിട്ടുള്ള തിരിച്ചടികൾ നേരിടേണ്ടി വന്നിരുന്നു. അപ്പോൾ ഈ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിക്ക് സാമ്പത്തിക സാംസ്കാരിക റീഫോമുകൾ കൊണ്ട്, അതായത് പോളിസികൾ കൊണ്ട് ഇന്ത്യയിലെ സാഹചര്യം മെച്ചപ്പെടുത്തുക, അതും മറ്റൊരു വലിയൊരു വെല്ലുവിളിയായിരുന്നു. ഇന്ന് നമുക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ കീ ഫീച്ചേഴ്സിലേക്ക് കടന്നു പോകാം. ഫസ്റ്റ് വൺ പറയുന്നത് ഫെഡറലിസം ആണ്. ഫെഡറലിസം എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്ത് ഒന്നിലധികം ഫോം ഓഫ് ഗവൺമെൻറ് ഉണ്ടെങ്കിൽ അതിന് ഫെഡറലിസം എന്ന് പറയും. നമ്മുടെ രാജ്യം ഒരു ഫെഡറലിസ്റ്റ് നാഷനാണ്. അതായത് ഇപ്പോൾ പറയാന്ന് വെച്ചാൽ നമുക്കൊരു സെൻട്രൽ ഗവൺമെൻറ് ഉണ്ട്, അതേപോലെ തന്നെ നമുക്ക് സ്റ്റേറ്റ് ഗവൺമെൻറ് ഉണ്ട്, പിന്നെ പഞ്ചായത്ത് രാജ് സിസ്റ്റം ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ നമുക്കൊന്ന് വിശദീകരിച്ച് പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മുടെ രാജ്യം നമുക്കറിയാലോ, യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന രാജ്യമാണ്. അപ്പോൾ വിവിധ ഭാഷകൾ, വിവിധ സംസ്കാരങ്ങൾ, വിവിധ മതാരാധനകളുള്ള രാജ്യമാണ്. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും കൂടി ന്യൂഡൽഹിയിലിരുന്ന്, അതായത് നമ്മുടെ ക്യാപിറ്റൽ സിറ്റിയിലിരുന്ന് ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല. അതായത് ആ കാര്യങ്ങൾ വികേന്ദ്രീകരണ ഭരണമാണ് ഏറ്റവും നല്ലതെന്ന് നമുക്കറിയാലോ. അപ്പോൾ ഓരോ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും അറിയാം നമ്മുടെ കീഴിലുള്ള ജനങ്ങളുടെ രീതികൾ എങ്ങനെയാണ്, അവരുടെ ആചാരങ്ങൾ എങ്ങനെയാണ്. അപ്പോൾ അവരൊന്നും കൂടി ബെറ്റർ ആയിട്ട് സെർവ് ചെയ്യണമെങ്കിൽ ഓരോ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും സെൻട്രൽ ഗവൺമെൻറ് അനുമതി കൊടുക്കുകയാണ്. ചില പർട്ടിക്കുലർ കാര്യങ്ങളിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് തീരുമാനങ്ങൾ എടുക്കാം എന്നുള്ളത്. പക്ഷേ രാജ്യത്തിനെ സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും തീരുമാനം എടുക്കുന്നത് സെൻട്രൽ ഗവൺമെൻറ് തന്നെയായിരിക്കും. ചില പർട്ടിക്കുലർ കാര്യങ്ങൾക്ക് മാത്രമേ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനുള്ള അവകാശം കൊടുത്തിട്ടുള്ളൂ. എല്ലാ നയതന്ത്രപരമായിട്ടുള്ളതും അതേപോലെ തന്നെ രാജ്യസുരക്ഷ ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും സെൻട്രൽ ഗവൺമെൻറ്റിന് തന്നെയാണ് അൾട്ടിമേറ്റ് പവർ ഇരിക്കുന്നത്. പിന്നെ പറയുന്നത് പഞ്ചായത്ത് രാജ് സിസ്റ്റമാണ്. അത് നിങ്ങൾ മുന്നേ പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കീഴിൽ, അതായത് അതിനെ ഒന്നും കൂടി വികേന്ദ്രീകൃത ഭരണ സംവിധാനമാണ് പഞ്ചായത്ത് രാജ് സിസ്റ്റം. അതായത് ഭരണം ഓരോ താഴെത്തട്ടിലേക്ക് വരുംതോറും വിഭജിച്ച് കൊടുക്കുകയാണ്. ഭരണഘടനയുടെ അടുത്ത ഫീച്ചറാണ് സെപ്പറേഷൻ ഓഫ് പവർ. സെപ്പറേഷൻ ഓഫ് പവർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗവൺമെൻറ്റിന് 3 വിങ് ആണുള്ളത്. അതായത് ലെജിസ്ലേറ്റീവ് വിങ് ഉണ്ട്, എക്സിക്യൂട്ടീവ് വിങ് ഉണ്ട്, ജുഡീഷ്യറി വിങ് ഉണ്ട്. ഇതിൽ ലെജിസ്ലേറ്റീവ് വിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജനപ്രതിനിധി സഭയാണ്. ഇവരെയാണ് ഈ നിയമങ്ങളെല്ലാം ഉണ്ടാക്കുന്നത് ഈ ലെജിസ്ലേറ്റീവ് വിങ്ങിലാണ്. ഇനി എക്സിക്യൂട്ടീവ് വിങ് എന്ന് പറയുന്നത് ഈ ലെജിസ്ലേറ്റീവ് വിങ്ങിൽ ഉണ്ടാക്കിയ നിയമങ്ങളെ ഇംപ്ലിമെൻ്റ് ചെയ്യണത്, അതായത് നടപ്പിലാക്കണത് എക്സിക്യൂട്ടീവ് വിങ് ആണ്. ഇനി ജുഡീഷ്യറി എന്ന് പറയുന്നത്, ജുഡീഷ്യറി സിസ്റ്റം നമുക്ക് നമ്മുടെ കോടതി, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നൽകുന്ന പ്രൊട്ടക്ഷനാണ്. ഈ ജുഡീഷ്യറി വിങ്ങിൽ പെടുന്നതാണ് നമ്മുടെ കോടതികൾ. ഇതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ലെജിസ്ലേറ്റീവ് വിങ്ങിനോ എക്സിക്യൂട്ടീവ് വിങ്ങിനോ മതിയായിട്ടുള്ള പ്രൊട്ടക്ഷൻ കിട്ടുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ചൂഷണം നടക്കുന്നുണ്ടെങ്കിൽ സാധാരണ ജനങ്ങൾക്ക് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടുള്ളതാണ്
ഈ ജുഡീഷ്യറി വിങ്. അതായത് ഒരു ഈ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം ഈ 3 വിങ്ങിൽ കൂടി, അതായത് ലെജിസ്ലേറ്റീവ് വിങ്ങെന്നും എക്സിക്യൂട്ടീവ് വിങ്ങും അതുപോലെ ജുഡീഷ്യറി സിസ്റ്റവും തമ്മിലുള്ള ഒരു ബാലൻസ് ഓഫ് പവർ നിലനിൽക്കുന്നുണ്ട്. ഇന്ത്യൻ ഭരണഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഫീച്ചറാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ്, അതായത് മൗലിക അവകാശങ്ങൾ. ഈ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആത്മാവെന്നും അതുപോലെ തന്നെ ഉൾക്കരുത്തെന്നും എല്ലാം പറയുന്നുണ്ട്. ഈ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മളെ ജനങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നതിനുള്ള നിയമസംഹിതയാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മൈനോറിറ്റീസിനെ മെജോറിറ്റീസിന്റെ ഒരു അതോറിറ്റിയിൽ നിന്നും അല്ലെങ്കിൽ അവർ ചൂഷണം ചെയ്യുന്നതിൽ നിന്നും ഈ ഫണ്ടമെന്റൽ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ നൽകുന്നുണ്ട്. ഈ ഫണ്ടമെന്റൽ റൈറ്റ്സിന് പുറമെയായിട്ട് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരു ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ഉണ്ട്. ഇത് പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ സോഷ്യോ ഇക്കണോമിക് റീഫോമിന് വേണ്ടിയിട്ടാണ്. അതായത് നമ്മൾ പോവർട്ടി ഇല്ലാതാക്കിയ സാംസ്കാരികമായിട്ടും അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടും ഇന്ത്യൻ ജനതയെ ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള മറ്റൊരു സെക്ഷനാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. ഇനി നമുക്ക് ഫണ്ടമെന്റൽ റൈറ്റ്സിലേക്ക് കിടക്കാം. ഏതൊക്കെയാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് നോക്കാം. പ്രധാനമായിട്ടും അതായത് 6 ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് നമ്മുടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ ഫസ്റ്റ് വണ്ണാണ് റൈറ്റ് ടു ഇക്വാലിറ്റി, അതായത് സമത്വത്തിനുള്ള അവകാശം. ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാ ജനങ്ങളും നിയമത്തിന് മുന്നിൽ തുല്യരാണ്. നമ്മുടെ ഇന്ത്യയിലുള്ള എല്ലാ ജനങ്ങളും നിയമം ഈക്വലായിട്ട് പ്രൊട്ടക്ട് ചെയ്യാണ്. ആരെയും മതത്തിൻ്റെയോ അല്ലെങ്കിൽ റിലീജിയൻ്റെയോ സെക്സിൻ്റെയോ പേരിൽ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പാടില്ല. എല്ലാവർക്കും പബ്ലിക് പ്ലേസിൽ തുല്യ അനുമതിയാണ് നൽകിയിരിക്കുന്നത്. എല്ലാവർക്കും ഒരേപോലെ പബ്ലിക് ഹോട്ടൽസിലും ഷോപ്പിലും ഒക്കെ എല്ലാവർക്കും ഒരേ അവകാശമാണ് കൊടുത്തേക്കണേ. പബ്ലിക് ഹെൽത്ത് സെൻ്ററുകളിലും എല്ലാവരും ഈക്വലി പ്രൊട്ടക്റ്റഡ് ആണ്. ഇതിൽ എന്തെങ്കിലും ഒന്നിന് കോട്ടം തെറ്റാന്ന് വെച്ചാൽ നമ്മുടെ ഭരണഘടനാ പ്രകാരം കോടതിയെ നമുക്ക് സമീപിക്കാം. ഇതാണ് രണ്ടാമത്തായിട്ടുള്ള റൈറ്റാണ് റൈറ്റ് ടു ഫ്രീഡം, അതായത് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് സംസാരിക്കാനും എക്സ്പ്രസ് ചെയ്യാനും ഉള്ള ഒരു അവകാശം തരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കൂട്ടം കൂടാനുള്ള അവകാശമുണ്ട്. അതുപോലെ നമ്മുടെ ഇന്ത്യൻ രാജ്യത്ത് എവിടേക്കും താമസിക്കാനോ അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് സഞ്ചരിക്കാനോ ഉള്ള അവകാശമുണ്ട്. അതുപോലെ തന്നെ ലീഗലി ആയിട്ടുള്ള ഏതൊരു ജോലിയും ചെയ്യാനുള്ള അവകാശം, ഇതെല്ലാം ഭരണഘടന ഇന്ത്യൻ ജനതയ്ക്ക് പ്രൊട്ടക്ഷൻ ആയിട്ട് നൽകുന്നുണ്ട്. മൂന്നാമത്തെ ഫണ്ടമെന്റൽ റൈറ്റ് ആണ് റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, അതായത് ചൂഷണത്തിനെതിരായിട്ടുള്ള അവകാശം. ഇതിന് പ്രകാരം ഇന്ത്യൻ ജനതയെ എല്ലാ തരത്തിലുള്ള ചൂഷണത്തിൽ നിന്നും നമ്മുടെ ഭരണഘടന പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. ഇതിൽ പറയുന്ന മറ്റൊരു കാര്യമാണ് 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ കൊണ്ടുള്ള ഫോഴ്സ്ഡ് ആയിട്ടുള്ള ലേബർ നിയമവിരുദ്ധമാണ്. ഈ ഒരു ഫണ്ടമെന്റൽ റൈറ്റ് പ്രകാരം അവരെ പ്രത്യേകം നമ്മുടെ ഭരണഘടന പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട്. അതായത് 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ പ്രത്യേകം ഭരണഘടന പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. നാലാമത്തെ പോയിന്റാണ് റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ, അതായത് മത ആരാധനയ്ക്കുള്ള സ്വാതന്ത്ര്യം. ഇതിന് പ്രകാരം നമ്മുടെ ഇന്ത്യൻ ജനതയ്ക്ക് അത് ഏതൊരു പൗരനും അവരുടെ ഇഷ്ടപ്പെട്ട മതത്തെ ആരാധിക്കാനും അതുപോലെ തന്നെ അത് പിന്തുടരാനും ഉള്ള അവകാശം ഇന്ത്യൻ ഭരണഘടന നൽകുന്നുണ്ട്. പിന്നെ പറയുന്നതാണ് കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ്, അതായത് സാംസ്കാരികവും വിദ്യാഭ്യാസപരമായിട്ടുള്ള അവകാശം. ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ ഭരണഘടന മൈനോറിറ്റീസിന് അല്ലെങ്കിൽ ഏതൊരു വിഭാഗത്തിനും ആയിക്കോട്ടെ അവരുടെ രീതികളും അതേപോലെ തന്നെ അവരുടെ കൾച്ചറുകളും നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് അവരുടെ ജനതയെ അവരുടെ ജനതയെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നതിനുള്ള ഒരു റൈറ്റ്സ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നൽകിയിട്ടുണ്ട്. അതായത് ഇന്ത്യയിലുള്ള മൈനോറിറ്റീസിന് അവരുടെ കൾച്ചർ പ്രൊട്ടക്ട് ചെയ്യുന്നതിന്, അതായത് അവരുടെ വരും തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നതിനും മറ്റായിട്ട് ഉള്ള അവകാശം ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. ഏറ്റവും അവസാനത്തെ ഫണ്ടമെന്റൽ റൈറ്റ് ആണ് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. അതായത് ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഈ മുകളിൽ പറഞ്ഞിട്ടുള്ള ഫണ്ടമെന്റൽ റൈറ്റ്സിന് ഏതെങ്കിലും ഒന്നിന് കോട്ടം തട്ടുകയാണെങ്കിൽ, അതായത് ലഭിക്കുന്നില്ലെങ്കിൽ, ഇതെല്ലാം പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇന്ത്യൻ ജനതയ്ക്ക് കോടതിയെ സമീപിക്കാം എന്നുള്ളതാണ്. ഇനി നമുക്ക് ഇതിൽ പറഞ്ഞിട്ടുള്ള ടാസ്കുകൾ നോക്കാം. ഫസ്റ്റ് ഒന്ന് പറയുന്നത് എന്താ, ഇഫ് എ 13-year-old ചൈൽഡ് ഈസ് വർക്കിംഗ് ഇൻ എ ഫാക്ടറി മാനുഫാക്ചറിങ് കാർപ്പറ്റ്സ്, അത് ഏത് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ വയലേറ്റ് ചെയ്യുന്നതാണ്?
അത് റൈറ്റ് ടു ഫ്രീഡം അതാണ് കേട്ടോ പറയുന്നത്. സോറി, അതല്ലാത്ത കുട്ടികളെ നമ്മൾ ശ്രദ്ധിക്കണം. റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ ആണ്. അതായത് 14 വയസ്സിന് താഴെയുള്ള ഏതൊരു കുട്ടീനെ കൊണ്ടും ജോലി എടുപ്പിച്ച, അതായത് ഫോഴ്സ്ഡ് ലേബറായിട്ട് കണക്കാക്കും. അവരൊക്കെ വിദ്യ അഭ്യസിക്കേണ്ട സമയമാണ് 14 വയസ്സ് വരെ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പറയണത്, ഈ ഒരു ക്വസ്റ്റ്യനിൽ വയലേറ്റ് ചെയ്യുന്ന ഫണ്ടമെന്റൽ റൈറ്റ്സ് ഏതാന്ന് വെച്ചാൽ റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ ആണ് കേട്ടോ. ഇനി രണ്ടാമത് പറയുന്നത്, ഒരു പൊളിറ്റീഷ്യൻ ഒരു സംസ്ഥാനത്ത് നിന്നും മറ്റൊരു സംസ്ഥാനത്തേക്ക് ജോലിപരമായിട്ട് വർക്കേഴ്സിനെ പോകുന്നത് തടയാന്ന് വെച്ചാൽ അത് ഏത് ഫണ്ടമെന്റൽ റൈറ്റ്സിനെ വയലേറ്റ് ചെയ്യാന്ന് ചോദിച്ചാൽ അത് റൈറ്റ് ടു ഫ്രീഡമാണ്. റൈറ്റ് ടു ഫ്രീഡം പ്രകാരം നമ്മുടെ രാജ്യത്ത് എല്ലാ പൗരന്മാർക്കും ഫ്രീ ആയിട്ട് സഞ്ചരിക്കാനുള്ള അവകാശമുണ്ട്. അത് ആർക്കും തടഞ്ഞു വയ്ക്കാൻ പാടില്ല. ഇനി അടുത്ത പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുകൾ ഒരു തെലുങ്ക് മീഡിയം സ്കൂള് കൊണ്ടുവരുന്നതിനെ തടയാന്ന് വെച്ചാൽ അത് ഏത് റൈറ്റിനെ വയലേറ്റ് ചെയ്യേണ്ടതാണെന്ന് ചോദിച്ചാൽ അത് കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷൻ റൈറ്റ്സിൽ പെടുന്ന കാര്യമാണ്. പിന്നെ പറയുന്നത്, ഗവൺമെൻറ് ഒരു ആംഡ് ഫോഴ്സ് ഓഫീസർ അവർ സ്ത്രീയാന്നുള്ള കാരണം കൊണ്ട് മാത്രം അവരെ പ്രൊമോട്ട് ചെയ്യുന്നില്ലെങ്കിൽ അത് ഏത് റൈറ്റിനെ വയലേറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ റൈറ്റ് ടു ഈക്വാലിറ്റി ആണ്. നമ്മൾ സെക്സിൻ്റെ പേരിൽ ആരെയും ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പാടില്ല. ഇതിനൊക്കെ എതിരായിട്ട് നമുക്ക് കോടതിയെ സമീപിക്കാം. സെക്യുലറിസം ആണ് അടുത്ത ഫീച്ചർ എന്ന് പറയുന്നത്. അത് ഇത്രയും പറയുന്നുള്ളൂ. എന്താണെന്ന് വെച്ചാൽ മതത്തിൻ്റെയോ വിശ്വാസത്തിൻ്റെയോ അടിസ്ഥാനത്തിൽ വിവേചനം കാട്ടരുത് എന്നുള്ളൊരു തത്വശാസ്ത്രമാണ് മതേതരത്വം അഥവാ സെക്യുലറിസം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ റൈറ്റ് ടു റിലീജിയൻ പറയുന്ന പോലെ തന്നെ എല്ലാവർക്കും അവരുടേതായുള്ള മതം അല്ലെങ്കിൽ ആരാധനക്രമങ്ങൾ പിന്തുടരാനുള്ള അവകാശമുണ്ട്. അത് സ്റ്റേറ്റോ ഗവൺമെൻറ്റോ മറ്റാരും തന്നെ ഫോഴ്സ്ഫുള്ളി അവരെ മേൽ അടിച്ചേൽപ്പിക്കാൻ പാടില്ല. ഓരോരുത്തരും അവരുടെ ഇഷ്ടപ്രകാരം അവരെന്ത് ആരാധനക്രമമാണോ കൊണ്ടുപോകുന്നത് അത് തന്നെ പിന്തുടർന്ന് പോകാനുള്ള അവകാശം അവർക്കുണ്ട്. അത് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ മറ്റൊരു ഫീച്ചറായിട്ട് പറയാം നമുക്ക്. ഇത്തരം കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും പറയാനുള്ളത്. എല്ലാവർക്കും ഇത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. നിങ്ങൾക്കിത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാലേ കൂടുതൽ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തിച്ചേരുള്ളൂ. അപ്പോൾ ഓക്കെ.